ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് രാജു വേള്. സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്താണ് എൻ്റെ വീട്. എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും വളരെ സീരിയസ് ആയ ആളുകളാണ്. അപ്പോൾ ഈ സീരിയസ് ആയ ആളുകളോട് സംസാരിക്കാൻ നമുക്ക് വളരെ താല്പര്യമാണ്. കാരണം നമ്മളെല്ലാവരും തീരുമാനമെടുത്ത ആളുകളാണ്. ഒരു കംഫർട്ട് സോണിനെ, സുഖകരമായുള്ള ഒരു അവസ്ഥയെ ബ്രേക്ക് ചെയ്ത ആളുകളാണ്. നോർമലി 6 മണിക്കൊക്കെ ഭൂരിഭാഗം ആളുകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ പോലും കിടന്നുറങ്ങാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉറങ്ങാനുള്ള താല്പര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് നമ്മളുടെ കംഫർട്ട് സോണിന്റെ പുറത്താണെന്നാണല്ലോ പറയുന്നത്. സക്സസ് എപ്പോഴും കംഫർട്ട് സോണിന്റെ പുറത്താണ്. സുഖകരമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരിക്കലും വിജയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. വിജയം എപ്പോഴും സുഖകരമായ സാഹചര്യം പുറത്താണ്. ഒരു ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ വയറ്റിൽ കുട്ടി എന്ന് പറയുന്നത് അതൊരു സുഖകരമായ അവസ്ഥയാണ്. 9 മാസം സുഖകരമായ അവസ്ഥയാണ്. സമയത്തിന് ഭക്ഷണം, എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്യുന്നത്. പക്ഷെ 9 മാസം കഴിഞ്ഞ് ഈ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ, പ്രസവിക്കുന്ന സമയത്ത് കുട്ടി കരയുകയാണ് ചെയ്യുന്നത്. ചിരിക്കുകയല്ല ചെയ്യണം, കരയുകയാണ്. അപ്പോ അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, ഒരു സുഖകരമായ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു ജീവിതമുണ്ട്. സുഖകരമായ ഒരു അവസ്ഥയിൽ എന്തില്ല, ഒരു ജീവിതം ഉണ്ടാവില്ല. എപ്പോഴാണ് കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നത്, അവിടെയാണ് നമുക്കൊരു ജീവിതമുള്ളതെന്നുള്ളതാണ്. അപ്പൊ ഈ സമയത്ത്, ഒരു 6 മണി സമയത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുന്ന ആളുകളാണ്. 100% അവർക്ക് MILS ഒരു ജീവിതമുണ്ട്. ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത് ശക്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേഖലയിൽ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയും. ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഈ ബിസിനസ്സിൽ വിജയിച്ചതിൻ്റെ 1-2 ടിപ്സ് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള 1-2 ടിപ്സും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അത് പ്രോഗ്രാം ഞാൻ എൻ്റെ സബ്ജക്റ്റ് വൈൻഡപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ നമ്മൾ തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതിനോട് സംസാരിക്കുന്നത്. ബിസിനസിന്റെ ആവശ്യമായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞാൻ ആന്ധ്രയാണ് എൻ്റെ പ്രവർത്തന ഏരിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എനിവേ, ഞാൻ ശ്രീറാം കമ്പനിയിൽ ഒരു ബ്രാഞ്ച് മാനേജർ ആയിരിക്കുകയാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. 2017 ഏപ്രിൽ 5 ഇതാണ് എൻ്റെ ഈ ബിസിനസ്സിലുള്ള എൻ്റെ പ്രവർത്തിക്കുന്ന എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഏകദേശം ഒരു 40,000 രൂപ ആ മേഖലയിലെ വരുമാനമുള്ള സമയത്താണ് നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ലീഡറായിട്ടുള്ള ശൈലേഷ് ബാലൻ സാർ എന്നോട് ഈ ബിസിനസ് അവസരം ഷെയർ ചെയ്യുന്നത്. എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയത് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ശ്രീധരൻ സാറാണ്. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബിസിനസ് പ്ലാൻ പറയുന്നത്. അങ്ങനെ ഞാൻ 40,000 രൂപ വരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 28 വയസ്സ്, അപ്പോൾ 28 വയസ്സാണ്. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് 40,000 രൂപ വരുമാനം അപ്പോൾ 2017 കിട്ടാന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു തർക്കമില്ലാത്ത വരുമാനമാണ്. അങ്ങനെ ഞാൻ ഈ എൻ്റെ മേഖലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾ കേരളയിലെ ഒരു ടോപ്പ് 5 എന്ന് പറയുന്ന ഒരു റാങ്കിലാണ് ഞാൻ ആ മേഖലയിൽ ടോപ്പ് 5 ഒരു മാനേജറാണ് ഞാൻ. അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്താണ് ഈ പ്ലാൻ പറയുന്നത്. അപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ്, നമ്മളെല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലോ, കാരണമില്ലാതെ ലോകത്തൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശൈലേഷ് സാറിന്റെ ഒരു മാസത്തെ വരുമാനത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ കാര്യമായി ചിന്തിപ്പിച്ചത്. അദ്ദേഹത്തിന് ആ മാസം, ഞാൻ 2017 ആ സമയത്ത് ഏകദേശം 2 ലക്ഷം രൂപ ഒരു മാസം MILS വരുമാനം അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം എനിക്കത് കാണിച്ചു തന്നു. ഇത് എന്നെ കാര്യമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജു വേള, ഞാനെന്നുള്ള വ്യക്തി എൻ്റെ കഴിവ്, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ പോലും
ഒരു മാസം 2 ലക്ഷം വരുമാനം വാങ്ങാനുള്ള ഒരു സാഹചര്യവും എനിക്കില്ല എന്നുള്ളത് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഒരു സാധ്യതയുമില്ല. ഞാനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളല്ല. എൻ്റെ അച്ഛനൊരു ഡ്രൈവറാണ്, എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. ഞാൻ സാധാരണ ഫാമിലിയിൽ നിന്ന് നടന്ന വ്യക്തിയാണ്. ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ഒരിക്കലും 2 ലക്ഷം വരുമാനം എനിക്ക് നേടാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പും എനിക്കുണ്ട്. അപ്പോൾ ജോലി ചെയ്തിട്ടും ഒരു സാധ്യതയുമില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഈ ബിസിനസ്സിലൂടെ നടക്കുമെന്ന് നമ്മളോട് പറയുന്നത്. സ്വാഭാവികമായിട്ട് 2 ലക്ഷം വരുമാനം ഒരു മാസം നമുക്ക് ഒരു വ്യക്തി ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നുണ്ടാവും, കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് ഞാൻ കാര്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കി. കാരണം ഒരു മനുഷ്യനും സാധ്യമാണെങ്കിൽ മറ്റൊരു മനുഷ്യനും സാധ്യമാണ്. ആ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി എന്താണോ അത് നമ്മൾ ചെയ്യാൻ തന്നെ നമുക്കും സാധ്യമാണ്. MI ലൈഫ് ബിസിനസ്സിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ സമയത്ത് ഇതൊരു ഭാഗ്യം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ഭാഗ്യം കൊണ്ടാണെങ്കിൽ 1-2 പേർക്കാണ് വിജയിക്കുന്നത്. പക്ഷെ നിങ്ങളും ഇതിനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. MI ലൈഫിൽ 10,000-കണക്കിന് ആളുകൾ എന്നുണ്ട് റിയൽ ആയിട്ട് ശരിയായ രീതിയിൽ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ഉള്ള ഒരു കമ്പനിയാണ് MI ലൈഫ്. അപ്പോ ഇത് ഭാഗ്യം കൊണ്ടല്ല ഈ മേഖല വിജയിക്കുന്നത്. ഇവിടെ വിജയിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മേഖലയുടെ പ്രാധാന്യം കൊണ്ടാണ്. ദ പവർ ഓഫ് ദ ഓപ്പർച്യൂണിറ്റിയുടെ പ്രാധാന്യം കൊണ്ടാണ് ഈ മേഖലയിൽ ആളുകൾ വിജയിക്കുന്നത്. ഞാനും നിങ്ങൾ അടങ്ങുന്ന ആളുകൾ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുന്ന ആളുകളാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. 20, 30, 40, 50 വർഷമൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും നമ്മൾ പരാജയപ്പെടുന്ന കാരണം, അല്ലെങ്കിൽ നമുക്കൊരു സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ കാരണം, എനിക്കിപ്പോഴും പലപ്പോഴും ഞാൻ പല റോഡുകളിലൂടെയും അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ 70-75 വയസ്സോ ആളുകളൊക്കെ അപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും പച്ചക്കറി വാങ്ങിക്കുകയോ ഇത്രയും വർഷക്കാലം ജോലി ചെയ്തിട്ട് പിന്നെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ജോലി ചെയ്യാനുള്ള കാരണം അവർക്ക് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇത്ര കാലം ജോലി ചെയ്തിട്ട് പോലും. അപ്പൊ നമ്മൾ മുന്നേ ചെയ്ത അധ്വാനത്തിന് നമുക്കൊരു സക്സസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അധ്വാനം അല്ല സക്സസിന്റെ മാനദണ്ഡം. നമ്മൾ ശരിയായ മേഖലയിൽ അധ്വാനിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് നേടിയെടുക്കണമെങ്കിൽ അതിന് പറ്റിയൊരു മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ദുബായിക്കാണ് പോകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ചുള്ള ഏറ്റവും മികച്ച ട്രെയിനാണ് രാജധാനി. ഈ രാജധാനി എക്സ്പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ദുബായിൽ പോകാൻ കഴിയില്ല. അതിന് പോകണമെങ്കിൽ അതിന് പറ്റിയൊരു വാഹനം, ഒരു ഫ്ലൈറ്റിൽ, ഒരു വിമാനത്തിൽ പോയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങളിലും നമ്മൾ ചെയ്യുന്ന മേഖലയും നമ്മൾ കണക്റ്റഡ് ആണ്. നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മളെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്തണമെങ്കിൽ അതിന് പറ്റിയൊരു വാഹനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സഞ്ചരിക്കാൻ. നമ്മളിപ്പോ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നേടേണ്ട ആഗ്രഹങ്ങൾ, നിങ്ങൾ നേടിയെടുക്കേണ്ട ആവശ്യങ്ങൾ നിലവിലുള്ള മേഖലയിൽ പ്രവർത്തിച്ചാൽ നടക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ആ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ആഗ്രഹവും ഏത് ആവശ്യങ്ങളും നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരു അവസരത്തിലാണ് ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് വന്നിട്ടുള്ളത്. MI ലൈഫ് എന്ന് പറയുന്ന ഒരു മഹത്തരമായ ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് നമുക്ക് ഒരു വാഹനം, ഈ വാഹനത്തിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 100% ഏതൊരു സാധാരണക്കാരന്റെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു തീരുമാനമെടുത്തു, ഈ ബിസിനസ് എന്റെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. എന്തായാലും എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. 2 സാഹചര്യങ്ങളാണ് ഉള്ളത്. ഒരു പക്ഷെ ഞാനതിൽ പരാജയപ്പെടും, ഒരു പക്ഷെ ഞാൻ വിജയിക്കും. 2 സാഹചര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ പരാജയപ്പെട്ടാലും ഈ ബിസിനസ് സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, അല്ലെ? നമ്മൾ പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നുമില്ലല്ലോ, നമ്മൾ സമയമല്ലേ നമ്മൾ മുതൽ മുടക്കുന്നത്. അങ്ങനെ ഞാൻ ഒരുപക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയാലോ എന്നുള്ള ചിന്തയിലാണ് 2017 ജോലി റിസൈൻ ചെയ്ത് ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ മേഖലയിലേക്ക് ഒരു ജോലി റിസൈൻ ചെയ്ത ഒരാൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമുക്ക് നെഗറ്റീവ്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ ഞാനാണ് ഇത് പഠിച്ചു മനസ്സിലാക്കിയത്. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ ചെയ്യാനുള്ള അന്നും ഇന്നും വളരെ ശക്തമായി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എന്നെ മുന്നോട്ട് നയിക്കുന്ന 2 വിശ്വാസങ്ങളാണ്. ഒന്ന്,
ഞാൻ ചെയ്യുന്ന മേഖലയിൽ ഞാൻ മുഖാന്തരം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഞാനൊരു കാരണമാവുന്നുണ്ട്. രണ്ട്, ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഒരു കാരണക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഞാനെന്ന വ്യക്തിയിലൂടെ മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ വിജയിക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ഈ ബിസിനസ്. ഇതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്നെ ആർക്കും നെഗറ്റീവ് ആക്കാൻ കഴിയില്ല. കാരണം അതാണ് എന്റെ വിശ്വാസം. ഇവിടെ ഒരു ആൾക്കും നഷ്ടപ്പെടുന്നില്ല. ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നൊരു പുണ്യപ്രവർത്തനത്തിലൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കിട്ടുന്ന സക്സസ് ആണ്. അപ്പൊ പബ്ലിക് പറയുന്നത് അവരുടെ വിശ്വാസമാണ്, അവരുടെ ചിന്താഗതിയാണ്. പക്ഷെ ഞാൻ ഈ ഒരു സിദ്ധാന്തമായി ഞാൻ തീരുമാനമെടുത്ത കാര്യം വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ മാത്രമാണ്. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എന്റെ ജീവിതം എന്റെ ഉത്തരവാദിത്വമാണ്. അത് മറ്റുള്ളവരുടെ ആരും ഉത്തരവാദിത്വമല്ല. ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്റെയാണ്. അതിന് ശക്തമായി ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ വരുമാനം, മറ്റുള്ളവരുടെ ജീവിത നിലവാരമൊക്കെ കണ്ടു ബോധ്യപ്പെട്ടുള്ളതാണ്. അത് എനിക്കും വേണം എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാനാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഞാൻ ശക്തമായിട്ട് ഈ ബിസിനസ്സിൽ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായി. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അപ്പൊ ഈ ബിസിനസ്സിലൊരു ഒരു പ്രിപ്പറേഷൻ ആണ്. സക്സസ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷനാണ്. നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി ആ സക്സസിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. സക്സസ് ഈസ് പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ സക്സസ് എന്ന് പറയുന്ന ഒരു യാത്ര പോലെയാണ്, ജേണി പോലെ. ജേണിയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യണ്ടേ? നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഒരു 3-4 ദിവസം കൊണ്ടാണ്, 4 ദിവസത്തിന്റെ യാത്രയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു മുൻകരുതലുകൾ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഡ്രസ്സ് ആവശ്യമാണ്, ട്രെയിൻ ടിക്കറ്റുകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ബസ് ടിക്കറ്റുകൾ ആവശ്യമാണ്, ഹോട്ടൽ റൂമുകൾ ആവശ്യമാണ്, ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമുക്ക് ഫീവർ വരികയാണെങ്കിൽ, മീൻസ് പനി വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ ആവശ്യമാണ്. അങ്ങനെ നമ്മളൊരു പ്രിപ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു യാത്രയ്ക്ക് തുടങ്ങുന്നത്. അപ്പൊ ആ യാത്ര എപ്പോഴായിരിക്കും നമുക്ക് കംഫർട്ട് തരും. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ആ യാത്രയ്ക്ക് പോകുന്നെങ്കിൽ ആ യാത്രയുടെ മധ്യത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വി ആർ പ്രിപ്പയർഡ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് യാത്ര സുഖകരമായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ്സിന് ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തിക്കൊണ്ട് വേണം ഈ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യാൻ, പ്രവർത്തിക്കാൻ വേണ്ടി. കാരണം നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ബിസിനസ്സാണ്. ഓൺലി ഫോർ വിന്നിങ്. നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ബിസിനസ്സാണ്. കാരണം ഇതിനേക്കാൾ ഒരു മികച്ചൊരു അവസരം ഇനി നമ്മൾ ഓരോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ഒരു മികച്ച അവസരം വരാനില്ല. ഈ യാഥാർത്ഥ്യം നമുക്ക് വേണം. ഇത് നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ചതും ഏറ്റവും അവസാനത്തുമായ ഒരു അവസരമാണ്. ഇതിൽ ഏതെങ്കിലും ഒരാൾ ഈ ബിസിനസ്സിൽ നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞ ആളുകൾ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇവിടെ എനിക്ക് നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി പറയാൻ പറ്റും, നിങ്ങൾക്ക് 100% ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയും. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞ ആളുകൾ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാളും പ്രായമുള്ള ആളുകൾ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആളുകൾ ബിസിനസ് വിജയിച്ചിട്ടുണ്ട്. നിങ്ങളെക്കാളും മോശമായ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് വിജയിച്ച ആളുകളും ഈ ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ബിസിനസ് വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നതിന്റെ കാരണം. നിങ്ങൾക്ക് അങ്ങനത്തെ ആളുകൾ കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, 100 ആളുകൾ എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. 100 ആളുകളെ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഒരു പ്രോഗ്രാമില് നമ്മൾ കണ്ട 65 വയസ്സുള്ള ഒരു NTC ലീഡർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. 65 വയസ്സിലെ NTC ലീഡർ. നിങ്ങൾ മനസ്സിലാക്കണം, 65 വയസ്സിൽ NTC ആവണമെങ്കിൽ MI യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയിട്ട് ഈ വരുന്ന ഓഗസ്റ്റിൽ 12ാമത്തെ വർഷമാണ്. അവർ തുടക്കത്തിൽ തുടങ്ങുകയാണെങ്കിൽ പോലും 2013 തുടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവർ 53ാമത്തെ വയസ്സിലാണ് MI യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. തുടക്ക കാലഘട്ടത്തിലാണെങ്കിൽ പോലും എന്നുള്ള കാര്യമാണ് പറയുന്നത്. 53ാമത്തെ വയസ്സിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പ്രായം എന്തായിരിക്കും, അവരുടെ സാഹചര്യം എന്തായിരിക്കും, അവർ NTC ആയിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബിസിനസ് വിജയിക്കാൻ പറ്റും. 78 വയസ്സുള്ള മിസ്റ്റർ ചൗധരി ഫ്രം ഗുജറാത്ത്,
അദ്ദേഹം ഈ കമ്പനി ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്. 78 വയസ്സിലുള്ള ഡയമണ്ട് എക്സിക്യൂട്ടീവ് ചൗധരി സാർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 66-ാമത്തെ വയസ്സിലോ 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. 65-ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയും ഇന്ന് ബെൻസും BMW കാറും സഞ്ചരിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആന്ധ്രാപ്രദേശിൽ എന്റെ ബിസിനസ് ചെയ്യുന്നത്, എന്റെ ബിസിനസ്സിൽ ഏറ്റവും പ്രായം കൂടിയുള്ള ഒരാൾ ഏരിയ ടീം കോർഡിനേറ്റർ എന്ന് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ വയസ്സ് 81 81. ഇത് എന്റെ ടീമുള്ള കാര്യമാണ്. ഈ ഇങ്ങനെ ചെറിയതും വലുതുമായ അച്ചീവ്മെന്റുകളൊക്കെ ഇത്രയും പ്രായമുള്ള ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ അവസരത്തിന്റെ പവറാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാനായിട്ട് തയ്യാറാണ്. അപ്പൊ ഇതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ വേണം. ഈ പ്രിപ്പറേഷൻ വേണമെങ്കിൽ അതിനു വേണ്ടി ഒരു മൈൻഡ് സെറ്റ്, അതിനു വേണ്ടി ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻ വേണ്ട ആദ്യത്തെ ഒരു കാര്യമാണ്, ഞാൻ എന്റെ ഭാഷയിൽ ഞാൻ പറയുകയാണെങ്കിൽ MI മൈൻഡ് സെറ്റ്. MI മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. MI മൈൻഡ് സെറ്റ് ഇതൊരു പ്രിപ്പറേഷനാണ്. ഈ MI മൈൻഡ് സെറ്റിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നെങ്കിൽ നമ്മുടെ യാത്ര സുഗമമായിരിക്കും. മുന്നേ നമ്മൾ പ്രിപ്പയർ ആവണം. MI മൈൻഡ് സെറ്റ്. ഈ ബിസിനസ്സിൽ നമ്മൾ മുൻകൂട്ടി കാണേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാണണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം MI മൈൻഡ് സെറ്റിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മെന്റലി ഇതിനെ പ്രിപ്പയർ ആവണം. എന്താണ് മെന്റലി പ്രിപ്പയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെന്റലി സ്ട്രെങ്ത് ആവുന്നതാണ് ഞാൻ പറയും. MI മൈൻഡ് സെറ്റ് ഒന്നാമത്തെ മെന്റലി സ്ട്രെങ്ത് ആവും. ഇപ്പൊ നമുക്ക് നമ്മളൊരു ഓട്ടക്കാരനാണ്, അല്ലെങ്കിൽ അത്ലറ്റിക്സ് ആണ്, നമ്മൾ സ്പോർട്സ്മാൻ ആണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ഫിസിക്കലി ഉള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് വേണം. ശരിയല്ലേ? ആ മേഖലയിൽ നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. ഐ എം റൈറ്റ്? അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ മെന്റലി സ്ട്രെങ്ത് ആവും. എന്താണ് മെന്റലി സ്ട്രെങ്ത് ആവുന്ന കഴിഞ്ഞാൽ, നമ്മളെ നെഗറ്റീവ് ആക്കാൻ ഒരാൾക്കും കഴിയാൻ പാടില്ല. എന്നെ നെഗറ്റീവ് ആക്കാൻ ഒരാൾക്കും കഴിയാൻ പാടില്ല. ആ തരത്തിൽ ഞാൻ മെന്റലി സ്ട്രെങ്ത് ആവും. കാരണം വിജയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, അവന്റെ ഉത്തരവാദിത്തമല്ല. നല്ല കാറുകളിൽ സഞ്ചരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, അത് മറ്റുള്ള ഉത്തരവാദിത്തമല്ല. എന്റെ കുട്ടികൾ നല്ല സ്കൂളുകളിൽ പഠിക്കേണ്ടത്, നല്ല വിദ്യാഭ്യാസം എന്റെ ഉത്തരവാദിത്തമാണ്, മറ്റുള്ള ഉത്തരവാദിത്തമല്ല. വിദേശ യാത്രകൾ സഞ്ചരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ ആഗ്രഹം, മറ്റുള്ള ആവശ്യമല്ല. നല്ല വീടുകൾ, നല്ല സാഹചര്യങ്ങൾ, ഈ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം മനോഹരമായി ജീവിക്കാൻ അത് എന്റെ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. അതിന് വിജയിക്കാൻ MI ലൈഫ് സ്റ്റൈലിലൂടെ സാധിക്കുമെന്നതുകൊണ്ട് അതിന് നമ്മൾ മെന്റലി പ്രിപ്പയർ ആണ്. ഒരാളെയും നമ്മൾ എന്നെ നെഗറ്റീവ് ആക്കാൻ കഴിയാൻ പാടില്ല. ഈ ബിസിനസ് ഒരു 3-5 വർഷക്കാലം ഒരു നെഗറ്റീവും ഇല്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയണം. പക്ഷേ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ആക്കി ചിന്തിക്കുന്ന, നെഗറ്റീവ് ചെയ്യുന്ന ആളുകളാണ്. അതിന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ആവണം. എങ്ങനെയാണ് മെന്റലി സ്ട്രെങ്ത് ആവുക? നമുക്ക് വേണ്ടത് അറിവുകളാണ്. അറിവുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രെങ്ത് ആവണം. എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്താണ് MI ലൈഫ് സ്റ്റൈൽ, എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്, വ്യക്തമായ ഒരു 3-5 വർഷക്കാലം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണ ഇപ്പോഴേ ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുള്ള പ്രാധാന്യം നോക്കൂ. MI ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഒരു MBBS എന്ന് പറയുന്ന ഒരു കോഴ്സ് കഴിയുമ്പോൾ ഒരു കുട്ടി ഡോക്ടർ ആവുന്നില്ലേ? 5 വർഷമാണല്ലോ ആ കുട്ടിയെ ഡോക്ടർ ആവാൻ വേണ്ടി അവിടെ സമയം ചെലവഴിക്കുന്നത്. ഐ ആം റൈറ്റ്? പക്ഷെ ആ 5 വർഷത്തിന് മുന്നേ ആ കുട്ടിക്ക് ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഒന്നും അറിയില്ല. ശരീരത്തിന്റെ ഘടനയെ കുറിച്ചും ശരീരത്തിന്റെ കാര്യങ്ങളെ ഒന്നും അറിയുന്നില്ല. അനാട്ടമി ഒന്നും അറിയാതെ ആ കുട്ടി MBBS എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഡോക്ടറായിട്ട് മാറുന്നുണ്ട്. വാഹനങ്ങളിൽ മാത്രം കയറി പരിചയമുള്ള ഒരു വ്യക്തി മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് വാഹനത്തെ കുറിച്ച് എല്ലാ പാർട്സിനെ കുറിച്ച് അറിയുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് മാറുന്നുണ്ട്. എങ്ങനെ മാറുന്നു? മുന്നൊരു കുട്ടിയായിരുന്നില്ലേ? ആ 5 വർഷത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് മാറ്റുന്നത്. എന്ന് പറഞ്ഞാൽ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ബിസിനസ്സിൽ ഒരു 3-5 വർഷക്കാലം ഒരു MBBS കോഴ്സ് പഠിക്കുന്നത് പോലെ, ഒരു എഞ്ചിനീയർ ആവുന്നത് പോലെ, നിങ്ങൾ ഈ ബിസിനസ്സിനെ ആ തരത്തിൽ കണ്ടുകൊണ്ട് ഈ ബിസിനസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി ചെയ്തു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ഒരു എന്റർപ്രണർ ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം പറയുന്നത്. ഈ വിശ്വാസം നമുക്ക് വേണം. ഒരു കുട്ടി ഡോക്ടർ ആവുമെന്ന് വിശ്വസിക്കുന്നത് പോലെ, ഒരു കുട്ടി മെക്കാനിക്കൽ എഞ്ചിനീയർ ആവുമെന്ന് വിശ്വസിക്കുന്നത് പോലെ, ഞാനും ഒരു ബിസിനസ്സുകാരനാവും, എനിക്കും ലക്ഷങ്ങൾ വരുമാനം കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് വേണം. ഒരു 3-5 വർഷക്കാലം ഇതാണ് മൈൻഡ് സെറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3-5 വർഷക്കാലം ശക്തമായി പ്രവർത്തിക്കണം.
എപ്പോഴും ഏതൊരു മേഖലയിലും സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ച പെർഫോമൻസ് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴാണ്. ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴാണ്. നിങ്ങൾ ഏതൊരു മേഖലയിൽ ജോലിക്കാരാണെങ്കിൽ, ഒരു പെയിന്റർ ആണെങ്കിൽ ആദ്യം ഒരു ഹെൽപ്പർ ആയിട്ടാണ് വരുന്നത്, പിന്നെയാണ് ഏറ്റവും മികച്ച പെയിന്റർ ആയിട്ട് പോകുന്നത്. എപ്പോഴാണ് ഏറ്റവും മികച്ച പെയിന്റർ ആവുന്നത്? എക്സ്പീരിയൻസ് ആവുന്ന സമയത്താണ്. ഏതൊരു സക്സസിന്റെയും പിറകിൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എക്സ്പീരിയൻസ് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ ഭരത് കുമാർ സാറുണ്ട്. ഞാൻ പറയുന്ന സാറിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം, എത്ര പൈസ വേണം ഞാൻ തരാം എന്ന് പറഞ്ഞാൽ സാറിന് തരാൻ കഴിയില്ല. എക്സ്പീരിയൻസ് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എക്സ്പീരിയൻസ് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായ എക്സ്പീരിയൻസിനാണ് ഒരു 3 മുതൽ 5 വർഷക്കാലം. പിന്നെ നമ്മളെ ജീവിതം വലിയൊരു ഡെവലപ്മെന്റ് ആണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ തുടക്കത്തിൽ ജോയിൻ ചെയ്ത് 1-2 ആഴ്ച കൊണ്ട് ഈ ബിസിനസ്സിൽ നിർത്തുന്ന ആളുകളുണ്ട്. 3 മാസം കൊണ്ട് നിർത്തുന്ന ആളുകളുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആവുന്നതിന് മൂലം ഈ അവസരത്തിന് വിട്ടുപോകുന്ന ആളുകളുണ്ട്. ഞാൻ ദുരന്തമെന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു ദുരന്തമാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? ഒരു 3 മുതൽ 5 വർഷക്കാലം ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അത് വളരാനുള്ള സമയം നമുക്കുണ്ടല്ലോ. നമ്മൾ അതുവരെ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ്. മറ്റൊരു അവസരം നമുക്ക് വേറെ ഇല്ലല്ലോ. അപ്പൊ ഒരു 3-5 വർഷക്കാലം നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അങ്ങോട്ട് വലിയ ഡെവലപ്മെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് വരാൻ പോകുന്നു. അപ്പൊ അങ്ങനെ മെന്റലി പ്രിപ്പയർ ആയിട്ട് 3 to 5 ഇയർ ഈ ബിസിനസ് ചെയ്യണമെന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കാൻ തയ്യാറാവണം. വളരെ സീരിയസ് ആയ ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത ആളുകളാണ് 3 to 5 ഇയർ ഈ ബിസിനസ്സിൽ നമ്മളെ അങ്ങനെ കാണാനായിട്ട് തയ്യാറാവണം. ഞാൻ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഞാൻ പറഞ്ഞത്. 3 to 5 ഇയർ ഈ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ട മറ്റൊരു മൈൻഡ് സെറ്റ് ആണ്, വ്യക്തികളിലല്ല വിശ്വസിക്കേണ്ടത്, കണക്കുകളിലാണ് വിശ്വസിക്കേണ്ടത്. വ്യക്തികൾക്ക് ഇമ്പോർട്ടന്റ് ഇല്ല. നമ്മൾ വിചാരിച്ച ഞാൻ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ഒരാൾ പോലും എന്നോടൊപ്പം വന്നിട്ടില്ല. തുടക്കത്തിൽ ഈ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പുവെച്ച ആരും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച വ്യക്തികളല്ല വിശ്വസിക്കുന്നത്, പീപ്പിളുമായിട്ട് പീപ്പിൾ അല്ല നമ്മളുടെ ബിലീഫ് എന്ന് പറയുന്നത്. നമ്മളെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കണക്കുകൾ. ഈ ബിസിനസിന്റെ കണക്കുകളിൽ നമുക്ക് വേണം. പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഈ ബിസിനസ് വളരെ എഫക്റ്റീവ് ആണ്. എന്താണ് പാരറ്റോ പ്രിൻസിപ്പിൾ? 80-20 റേഷ്യോ എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. 10-2 ഇത് വളരെ എഫക്റ്റീവ് ആണ്. 10-2 നമുക്ക് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. 10 വ്യക്തികളോട് പ്രൊഡക്റ്റ് പറയുമ്പോൾ 2 പേര് പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കും. 10 വ്യക്തികളോട് പ്ലാൻ പറയുമ്പോൾ 2 പേര് ബിസിനസ് സ്റ്റാർട്ട് ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. 10 ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകുമ്പോൾ 2 പേര് ആക്റ്റീവ് ആയിരിക്കും. 10 ആക്റ്റീവായ ആളുകളുണ്ടെങ്കിൽ 2 പേര് ലീഡർഷിപ്പിലേക്ക് വരും. ആ 2 ലീഡർഷിപ്പ് ആളുകൾ നിങ്ങളെ വിജയിപ്പിക്കും. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ആളുകളല്ല നമ്മൾ ഇമ്പോർട്ടന്റ്, നമ്മൾ ആളുകൾ കാണുന്നുണ്ടോ എന്നാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ആ മൈൻഡ് സെറ്റിൽ വേണം, പാരറ്റോ പ്രിൻസിപ്പിൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് നമ്മളുടെ ബിസിനസിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബിസിനസ്സാണ്, ആശയവിനിമയത്തിന്റെ ബിസിനസ്സാണ്. ഇതാണ് ബിസിനസ്. നമുക്കൊരു ഷോപ്പില്ല. നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് ബിസിനസ്. ഇതാണ് റിയാലിറ്റി. ഇത് വൈറ്റ് കോളർ ബിസിനസ് അല്ല, നമ്മൾ ഓഫീസ് വർക്ക് അല്ല. നമ്മളിവിടെ ചെയ്യുന്നത് പ്രൊഡക്റ്റ് വിൽപ്പനയും ഒപ്പം തന്നെ പ്രൊഡക്റ്റ് വിൽപ്പന തയ്യാർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയും ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. ബിസിനസിന്റെ ആശയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് കടന്നു വരും. ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് കസ്റ്റമർ ആയിട്ട് നമുക്ക് കടന്നു വരും. എന്താണെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ്. ഡയറക്ട് സെല്ലിംഗ് നത്തിങ് ബട്ട് ഓൺലി കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ആശയവിനിമയമാണ്. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചിന്താഗതിയിൽ നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യം, ഞാനാണ് ബിസിനസ്, ഞാനാണ് ഷോപ്പ്, എന്റെ മൗത്താണ് ഷട്ടർ. ഇതാണ് കൺസെപ്റ്റ്. ഈ ഷട്ടർ ഓപ്പൺ ചെയ്യാതെ കച്ചവടം വരുമെന്ന് ആരും വിചാരിക്കേണ്ട. ഷട്ടർ ഓപ്പൺ ചെയ്യാതെ കച്ചവടം വരില്ല. ഞാൻ ഈ ബിസിനസ്സിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എത്ര വ്യക്തികളോട് സംസാരിച്ചു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇന്നലകൾ നിങ്ങൾ എത്ര വ്യക്തികളോട് ഈ ബിസിനസ് കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് നിങ്ങളെ വിജയം നിർണ്ണയിക്കുന്നത്.
നിങ്ങൾ ഇന്നലകൾ എത്ര വ്യക്തികളെ കണ്ടു എന്നുള്ളതാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് ഇന്നലെ കണ്ടു? കഴിഞ്ഞ ആഴ്ച എത്ര വ്യക്തികൾ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ സമീപിച്ചു? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. റിസൾട്ട് അല്ല ഇമ്പോർട്ടൻസ്, ആക്ഷൻ ആണ് ഇമ്പോർട്ടൻസ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ നിങ്ങൾ കർമ്മം ചെയ്യൂ, ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. നിങ്ങൾ കർമ്മത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, റിസൾട്ട് അല്ല. റിസൾട്ട് വിൽ കം. നിങ്ങൾ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വന്നിരിക്കും. ബിലീവ് ഇൻ ദ ഹാർഡ് വർക്ക്. സ്വന്തം കഠിനാധ്വാനത്തിൽ വിശ്വസിക്കൂ. നോട്ട് ബിലീവ് ഇൻ ദ ലക്ക്. ഭാഗ്യത്തിലല്ല വിശ്വസിക്കേണ്ടത്, നമ്മൾ ഹാർഡ് വർക്കിൽ. എത്ര വ്യക്തികളോട് സംസാരിച്ചു? അവർ മൗത്ത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മൗത്താണ് നമ്മുടെ ഷട്ടർ. ഇത് നമ്മൾ തുറക്കാൻ തയ്യാറാവണം. ഞാൻ തുടക്കകാലത്തിലൊക്കെ ഈ ബിസിനസ്സിൽ ഞാൻ തന്നെ എന്നെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 5 വ്യക്തികളെ കാണും. ദിസ് മൈൻഡ് സെറ്റ്. 5 വ്യക്തികളെ കാണാതെ ഉറങ്ങില്ല. ഇതാണ് നമ്മളുടെ ജോലി. മിനിമം 5 പേരെങ്കിലും നമ്മൾ കണ്ടിരിക്കും. ഇതാണ് നമ്മളെ പ്രിൻസിപ്പിൾ. ഏത് ഏരിയയിൽ പോയാലും എന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 5 പേരെ കാണുന്നതാണ്. അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ മീറ്റിംഗ് ആയിരിക്കാം, ഹൗസ് മീറ്റിംഗ് ആയിരിക്കാം, സൂം മീറ്റിംഗ് ആയിരിക്കാം. പക്ഷെ 5 മീറ്റിംഗിൽ ഞാൻ എൻഗേജ്ഡ് ആവണം എന്നുള്ളതാണ് എന്റെ പ്രൊഡക്ടിവിറ്റി. എന്റെ ഡ്യൂട്ടി ആദ്യം ചെയ്ത് നോക്കുക, റിസൾട്ട് പിന്നീട് ആലോചിക്കാം. 3 to 5 years ഈ ഡ്യൂട്ടി ചെയ്തു പോവാന്നുള്ളതാണ്. അന്നും ഇന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്റെ മൈൻഡ് സെറ്റ് ആണ് 5 വ്യക്തികളെ ഒരു ദിവസം ഞാൻ മീറ്റ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ബാക്കി ആരൊന്നും അറിയില്ല. എന്റെ ഹാർഡ് വർക്കാണ് എന്റെ ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ സംസാരിക്കുന്നതല്ല ഇമ്പോർട്ടൻറ്റ്. ലൗഡർ ഇൻ ദ ഹാർഡ് വർക്ക്. നമ്മൾ സംസാരിക്കുന്നതിലല്ല കാര്യം, നമ്മൾ പ്രവർത്തിക്കുന്നതിലാണ് നമ്മളുടെ കാര്യം ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വാക്കുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് മോട്ടിവേഷൻ, ഒന്ന് ഇൻസ്പിരേഷൻ. 2 വാക്കുകൾ നമ്മൾ സുപരിചിതമാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനർക്ക് വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാം. പക്ഷെ ആ മോട്ടിവേഷൻ കുറച്ച് കാലഘട്ടം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ വരുന്ന അച്ചീവ്മെന്റ് മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് അത് ഇൻസ്പിരേഷൻ ആണ്. ആ ഇൻസ്പിരേഷൻ എന്ത് ചെയ്യും? അവിടെ ഫൗണ്ടേഷനായിട്ട് കെടുക്കും. ആ ഇൻസ്പിറേഷനിലൂടെ പല വ്യക്തികളും എന്ത് ചെയ്യും? ഈ ബിസിനസ് ഏറ്റെടുക്കും, ശക്തമായി പ്രവർത്തിക്കും. ഞാനും നിങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ ഇൻസ്പിറേഷൻ ആണ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാസത്തിൽ 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിച്ച് വളരെ സക്സസ്ഫുൾ ആയ ആളായിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ 100 കണക്കിന് ആളുകൾ ഇൻസ്പിറേഷൻ ഉണ്ടോ? നിങ്ങളെ കണ്ടുകൊണ്ട് ഇൻസ്പയർ ചെയ്ത് അവർ ഈ ബിസിനസ് എടുത്ത് പ്രവർത്തിക്കും. കൂടുതൽ വാക്കുകൾക്കല്ല ഇമ്പോർട്ടൻറ്റ്, സ്വന്തം ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്പിറേഷൻ ആവശ്യം. അത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രൂവ് ചെയ്യണം. വിജയമാണ് സംസാരിക്കേണ്ടത്. ഞാൻ 2017 ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ശക്തമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറയുന്ന എന്റെ സബ്ജക്റ്റേ അല്ല. ഞാൻ എന്റെ വഴിയുമായി മുന്നോട്ട് പോവുക, 5 വ്യക്തികൾ മാക്സിമം കാണുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക, പ്രവർത്തനവുമായി മുന്നോട്ട് പോയ സമയത്ത് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ആന്ധ്രാപ്രദേശിലേക്ക് ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നത്. അപ്രതീക്ഷിതമായിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് പോകും. അവിടെ ഒരു കെയർ ഓഫിലാണ് ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ 2018 ആന്ധ്രാപ്രദേശിൽ വന്നു. ഞാൻ ഫുൾ ടൈമർ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് രക്ഷപ്പെടാന്നുള്ളതാണ്. ഞാൻ വളരെ സാധാരണ ഫാമിലിയിൽ കടന്നു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് ഉള്ളിലെടുക്കുന്ന ഒരു തീയാണ്. അത്രയും ദരിദ്ര ഫാമിലിയിലാണ് നമ്മൾ കടന്നു വരുന്നത്. എവിടെയെങ്കിലും ഒന്ന് വിജയിക്കണം എന്നുള്ളത് നമ്മൾ തീയാണ്. അപ്പൊ ഏത് ഏരിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അത്രയും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അത്രയും മോശമായ സാഹചര്യത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ 24/7 ആംബുലൻസ് സർവീസ് പോലെ ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ വിജയിക്കണം എന്നുള്ളതാണ് മാത്രമാണ് കാര്യം. പക്ഷെ ഇവിടെ വിജയിക്കുന്ന ഉറപ്പുള്ള കാര്യമാണ് MILS. അപ്പോൾ ഉറപ്പുള്ള കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഞാൻ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. തുടക്കം മുതൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ബിസിനസ്സിൽ ഞാൻ വിജയിക്കും. ആന്ധ്രാപ്രദേശിൽ ഞാൻ പോയി അവരൊപ്പം ബിസിനസ് ചെയ്തു. എനിക്ക് ഭാഷ അറിയില്ല. പക്ഷെ ഞാൻ അവിടെയുള്ള മലയാളിയുമായിട്ട് ട്രാൻസ്ലേഷൻ തുടങ്ങി. ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ 5 വ്യക്തികളെ കണ്ടുകൊണ്ടേയിരുന്നു. അവിടെയും ഇത് തന്നെയാണ്, 5 വ്യക്തികളെ കണ്ടുകൊണ്ടേ ഡെയിലി ബേസിസ്. അത് ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ, ഞാൻ മലയാളത്തിൽ ഒരു തെലുങ്കിലേക്ക് പറയും, വാട്ടെവർ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തെലുങ്ക് പഠിച്ചു. ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് വിശപ്പുണ്ടാവണം, പഠിക്കണം എന്നൊരു വിശപ്പുണ്ടാവണം എന്നുള്ളതാണ്. വിശപ്പുള്ളവന് ഭാഷയൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. നമുക്ക് വിശപ്പുണ്ട്, ജീവിതത്തിൽ വിജയിക്കുന്ന വിശപ്പ്. അങ്ങനെ ഭാഷ പഠിച്ചു. അങ്ങനെ അവരിലൊരാളായിട്ട് ഞാൻ എന്ത് ചെയ്തു?
ഈ ബിസിനസ് ശക്തമായി ചെയ്തു. പിന്നെ ആന്ധ്രാപ്രദേശിൽ ഞാൻ 6-7 വർഷമായിട്ട് ആന്ധ്രാപ്രദേശിൽ വളരെ സജീവമായിട്ട് എൻ്റെ MI ലൈഫ് സ്റ്റൈലിന്റെ എൻ്റെ ജീവിതത്തിൽ ഒരു 70-80% ഞാൻ കൊടുത്തത് ആന്ധ്രാപ്രദേശിനാണ്. അവിടെ കമ്പനിയുടെ സപ്പോർട്ട് ഇല്ല, നമ്മുടെ നാട്ടിൽ പോലെ ഔട്ട്ലെറ്റുകളില്ല. ബാംഗ്ലൂര്, ചെന്നൈ എന്ന് പറയുന്ന നമ്മുടെ ബോർഡറിൽ നിന്ന് വേണം സാധനങ്ങൾ നമ്മൾക്ക് കൊറിയറായിട്ട് വരാൻ. കമ്പനിയുടെ ഒരു മീറ്റിംഗും ഇല്ല, GT സെന്റേഴ്സ് ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. ഇപ്പോഴാണ് കമ്പനി തുടങ്ങാൻ പോകുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നാൽ പോലും നമുക്ക് വിജയിക്കുന്ന ആഗ്രഹം കൊണ്ട് നമ്മളിവിടെ വന്ന് നമ്മളതായ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഏകദേശം 10 കോടിക്ക് മുകളിൽ ആന്ധ്രാപ്രദേശ് മാത്രം ബിസിനസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ. ഏകദേശം ആന്ധ്രാപ്രദേശിൽ മാത്രം ഏകദേശം 20-25 ലക്ഷം രൂപ ബിസിനസ് ഒരു മാസം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഗ്രൂപ്പിൽ നിന്ന്. അവിടെ ഒരു NTC ഉണ്ട്, 2 RTC ഉണ്ട്, 12ഓളം സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട്, 40ഓളം DTC ലീഡേഴ്സ് ആന്ധ്രാപ്രദേശ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടോട്ടൽ ടേൺ ഓവർ 22 കോടിക്ക് മുകളിൽ ഈ ബിസിനസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഹാർഡ് വർക്കിലാണ്, ഹാർഡ് വർക്ക് പ്രയത്നത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിജയിക്കുന്നത് വരെ, ബെസ്റ്റ് ആവുന്നത് വരെ എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ബിസിനസ് കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ചീവ്മെന്റ് സംസാരിക്കാം നിങ്ങളോട്. സോ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഒരു CD-less ബൈക്കിലാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്നത്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ 2 വാഹനങ്ങൾ ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒരു കാര്യം ഷെയർ ചെയ്യാം. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മാസം മുന്നത്തെ ബിസിനസ് വോളിയം. എൻ്റെ ബ്രാഞ്ച് 1-ൽ 5,50,20,526 BV ബ്രാഞ്ച് 1. ബ്രാഞ്ച് 2-ൽ 6,54,963 BV. ഈ BV ആണ് ഇപ്പോ എൻ്റെ ഒരു മാസത്തിന് മുന്നത്തെ ബിസിനസ്. 15 കൂടിയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതാണ് ഇപ്പൊ എൻ്റെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഓക്കെ, സോ ഫൈൻ. ഇന്ന് സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ആന്ധ്രാപ്രദേശിലുള്ള നമ്മുടെ ലീഡേഴ്സിന്റെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മളുടെ ZDC അബോവ് ലീഡേഴ്സിന് മാത്രം ഒരു നമ്മുടെ അഡ്വൈസറി ബോർഡാണത്. ZDC അബോവ് മാത്രമാണ്. ZDC 4, ZDC ബാക്കിയൊക്കെ STC അബോവ് ആണ്. എൻ്റെ ഗ്രൂപ്പിൽ NTC ഉണ്ട്, 2 RTC ഉണ്ട്. 4 ലീഡേഴ്സ് 1 ലക്ഷം ഓൾറെഡി വരുമാനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് 4 ലീഡേഴ്സ് ഓൾറെഡി 1 lakh അബോവ് ബിസിനസ് വരുമാനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് എൻ്റെ ടോട്ടൽ ഇൻകം MI ലൈഫ് സ്റ്റൈലിലൂടെ ഇതുവരെ നേടിയിട്ടുള്ള ടോട്ടൽ ഇൻകം എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷിപ്പ് വന്നിട്ട് CTC റാങ്കിൽ നിൽക്കുന്നു. മറ്റൊരു ഡിസ്ട്രിബ്യൂഷിപ്പ് വന്നിട്ട് RTC റാങ്കിൽ നിൽക്കുന്നു. ഒരു ഡിസ്ട്രിബ്യൂഷിപ്പിൽ നിന്ന് CTCയിലും സ്റ്റാർ പേളിൽ നിൽക്കുന്നുണ്ട്. അത് എമറാൾഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ടോട്ടൽ ഓൾ ടുഗദർ ഈ MI ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞ 7-8 വർഷത്തിന്റെ ഉള്ളിൽ എൻ്റെ ടോട്ടൽ വന്ന വരുമാനം MI ലൈഫ് സ്റ്റൈലിലൂടെ 1,10,00,000 മുകളിൽ വരുമാനം ഓൾറെഡി ഈ ബിസിനസ്സിലൂടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. വിത്ത് പ്രൂഫ് 1,10,00,000 വരുമാനം ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 25,000 രൂപ സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 60 വർഷക്കാലം വർക്ക് ചെയ്താലാണ് ആ വരുമാനം നേടാൻ കഴിയും. ഏകദേശം ഞാൻ പറയുന്നത്. പക്ഷെ MI ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 1,10,00,000 മുകളിൽ വരുമാനം ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 2.5-3 ലക്ഷം ഒരു മാസം വരുമാനം വാങ്ങിക്കുന്നു MI ലൈഫ് സ്റ്റൈൽ. സോ നിങ്ങൾ കാണുന്നത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു സാഹചര്യമാണ്. ഇതാണ് എൻ്റെ വീട്. ഇത് അച്ചാച്ചന്റെ വീടാണ്, അച്ഛന്റെ വീടല്ല. അച്ഛൻ സ്വന്തമായിട്ട് വീട് വെക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അച്ഛൻ ഒരു ഡ്രൈവറാണ്. ഇതിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ബൈക്കാണ് എൻ്റെ CD-less ബൈക്ക്. ഇവിടെ 3 ഫാമിലി ഉണ്ടായിരുന്നു. അച്ചാച്ചൻ, അച്ഛമ്മ, അച്ഛൻ്റെ അനിയൻ, മറ്റൊരു അനിയൻ, 2 അനിയന്മാർ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകുടുംബ ഫാമിലിയാണ്. എളവള്ളി പഞ്ചായത്ത്, ഞങ്ങളെ പഞ്ചായത്തിൽ ദരിദ്ര ഫാമിലിയാണ്. ദരിദ്ര ഫാമിലി എന്ന് പറയുന്നത് ബിലോ പോവർട്ടി. ആ അതിലുള്ള ആളാണ്. എൻ്റെ ആദ്യത്തെ ജോലി പേപ്പർ ബോയാണ്. ഓർമ്മ വെച്ച കാലഘട്ടം മുതൽ ദരിദ്രം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയത്ത് എങ്ങനെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്.
8ാമത്തെ വയസ്സിൽ ഞാൻ ഏറ്റെടുത്താണ് പേപ്പർ ബോയ്. എൻ്റെ ആദ്യത്തെ ജോലി പേപ്പർ ബോയ് ആണ്. സ്കൂൾ വെക്കേഷൻ സമയത്ത് ഞാൻ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്, പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെറുപ്പത്തിൽ മുതൽ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ എപ്പോഴും വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം പൈസ ഇല്ലെങ്കിൽ വാല്യൂ ഇല്ല, പൈസ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും റെസ്പെക്ട് ഇല്ല. അത് യാഥാർത്ഥ്യമാണ്. ദരിദ്ര ഫാമിലിയിൽ വന്നുകൊണ്ട് ഈ പൈസ ഇല്ലാത്തതിന് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കല്യാണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക, നമ്മുടെ ഫാമിലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക. അപ്പൊ അതുള്ളിലൊക്കെ നമുക്ക് വന്നിട്ടുള്ള വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ചെറുപ്പ കാലഘട്ടം മുതൽ എൻ്റെ ഫാമിലിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അവരെ മുന്നിലൊക്കെ വിജയിക്കണമെന്നുള്ള ശക്തമായ ഒരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി, തയ്യാറായി. അങ്ങനെയാണ് MILS എന്ന് പറയുന്ന അവസരം ദൈവം എനിക്ക് തരുന്നത്. ഇതൊന്നും നോക്കിയില്ല, ഈ ബിസിനസ്സിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പില് ഞാൻ ശക്തമായിട്ടുള്ള പ്രവർത്തനം, ഒരു കോംപ്രമൈസ് ഇല്ലാത്ത പ്രവർത്തനം. എനിക്കാണ് വിജയിക്കേണ്ടത്, എനിക്കാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആ തരത്തിലാണ് ഞാൻ പ്രവർത്തിച്ചത്. ഇന്ന് ആ സമയത്ത് എൻ്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഈ ബിസിനസ് വന്ന സമയത്ത് എനിക്ക് വീടില്ല എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രോബ്ലം. ഇന്ന് ഈ ബിസിനസ് വന്ന ശേഷം എൻ്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഇത് ഞാൻ സ്വന്തമായി MILS നിന്നുള്ള വരുമാനം കൊണ്ട് വെച്ചിട്ടുള്ള ഒരു വീടാണ്. ഇത് MILS അച്ചീവ്മെന്റ് ആണ്. ആദ്യമായിട്ട് ഒരു വീട് വെച്ചു. ഇതെന്റെ വീടാണ്. അന്ന് എനിക്കൊരു റൂം ഉണ്ടായിരുന്നില്ല, കൂട്ടുകുടുംബ ഫാമിലിയാണ്. ഇത് 4 ബെഡ്റൂമുള്ള ഒരു എന്നെ ആ സമയത്ത് വെച്ച വീട്. ഇതൊരു ഡ്രീം വീടല്ല, എനിക്ക് വീട് മാറും അതിനുവേണ്ടി വെച്ച വീടാണ്. ഇനി അടുത്തൊരു ഡ്രീം വീട്ടിലേക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു അച്ചീവ്മെന്റ്, ആദ്യത്തെ MILS അച്ചീവ്മെന്റ് ആണ്. ഇത് ഓരോരുത്തർ കോമൺ ആയിട്ടുള്ള ഒരു സ്വപ്നമാണ്. ഞാൻ കമ്മിറ്റ് 4 വർഷം കഴിഞ്ഞ സമയത്ത് ഇതിനുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ കാര്യം, ഇത് MILS എന്ന് പറയുന്നത് നമ്മളെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണ്. ഇങ്ങനെ എൻ്റെ രണ്ടാമത്തെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വാങ്ങിച്ചൊരു കാറാണ്. ഈ ബിസിനസ്സിലൂടെ ഒരു അച്ചീവ്മെന്റ് ആണത്. ആദ്യത്തെ അച്ചീവ്മെന്റ് ഈ ബിസിനസ് വന്ന സമയത്ത് ടാറ്റ ടിയാഗോ എന്ന് പറയുന്ന ഒരു കാറാണ് ഞാൻ ഫസ്റ്റ് അച്ചീവ്മെന്റ് ഈ ബിസിനസ്സിൽ. എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് ഒരു ബൈക്കിൽ നിന്നും, സീഡ്ലെസ് ബൈക്കിൽ നിന്നും ഒരു കാറിലേക്ക്, ഒരു സാധാരണക്കാരനായ വ്യക്തി കാറിലേക്ക് മാറി. അങ്ങനെ ഈ ബിസിനസ്സിലൂടെ ഡെവലപ്പായി വരുമാനങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും കൂടും. അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ കാറാണ് ഇത് കാണുന്നത്. രണ്ടാമത്തെ കാറ് ഈ ബിസിനസ്സിലൂടെ ഏകദേശം 23 ലക്ഷം രൂപ വരുന്ന ടാറ്റ ഹാരിയറിലാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മുന്നത്തെ ഈ ഫോട്ടോ നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മളൊരു വീട്ടിൽ നിന്ന്, ഈ സീഡ്ലെസ് ബൈക്കിൽ നിന്നാണ് വരുന്നത്. ഇത് റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ റിയാലിറ്റി ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ആഡിങ്ങും ഇതിലില്ല. ഇവിടെ നിന്നാണ് ഞാൻ ബിസിനസ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യമാണ്. 23 ലക്ഷം രൂപ ടാറ്റ ഹാരിയറിലാണ് വരുന്നത്. ഒരു ബാങ്ക് ബാലൻസും ഇല്ലാത്ത ഒരു ഫാമിലി, ഒന്നുമില്ല, ബാങ്ക് ബാലൻസ് പോലില്ല. എൻ്റെ അമ്മയ്ക്ക് 1 ഗ്രാമിന്റെ ഗോൾഡ് ഉണ്ടായിരുന്നില്ല, 1 ഗ്രാമിന്റെ ഗോൾഡ്. ഈ സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. സോ ഇതാണ് എൻ്റെ ബിസിനസ്സിലുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 2 കാറുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് ഉപയോഗിക്കുന്നത്. ടാറ്റ ഹാരിയർ ഉപയോഗിക്കുന്നുണ്ട്, ടാറ്റ ടിയാഗോ, 2 കാറുകളും നിലനിർത്തിക്കൊണ്ട് ബിസിനസ് ചെയ്യുന്നു. സോ എൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഓൾ കേരളയിൽ ടോപ്പ് 3 NTC കാറ്റഗറിയിൽ എനിക്ക് എത്താൻ സാധിച്ചു. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒരു നിമിഷമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നു. കാരണം സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ട ആളുകൾ, നമ്മൾ ആരും നോക്കാതെ പോയ സമയത്ത്, ഒരു നാട്ടിലും നമുക്ക് വിലയില്ലാത്ത സമയത്ത് എനിക്ക് വില തന്ന കമ്പനിയാണ് MILS മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്നൊരു ഹീറോ പോലെ ഇന്ന് കേരളത്തിലും ആന്ധ്രാപ്രദേശിലൊക്കെ 10,000-കണക്കിന് ആളുകൾ അറിയുന്ന തരത്തിലേക്ക് എൻ്റെ വാല്യൂ വർദ്ധിപ്പിച്ച കമ്പനിയാണ്. ഈ പ്രോഗ്രാം എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന പ്രോഗ്രാമാണ്. 10,000-കണക്കിന് ആളുകളുടെ മുകളിൽ കേരളത്തിൽ ആദ്യത്തെ 3 പേരിൽ ഒരാളാവാൻ സാധിച്ചു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ ലൈഫിൽ നമുക്ക് വലിയ അച്ചീവ്മെന്റുകളൊക്കെ വരാനായിട്ടുള്ള ഒരു അവസരമാണ് MILS എന്ന് പറയുന്നത്. സോ ഓൾ ടുഗദർ രണ്ട് വിദേശ യാത്രകൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സിന്റെ. ഓൾ ടുഗദർ ഇതാണ് ഞാൻ. ഇന്ന് ഞാൻ RTC സ്റ്റാർപ്പൽ എന്ന് പറയുന്ന റാങ്കിലും CTC സ്റ്റാർപ്പൽ RTC നിൽക്കുന്ന 8 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. 22 കോടി രൂപയുടെ വിറ്റുവരവ് നടത്തിയിട്ടുണ്ട്. എൻ്റെ ഹൈയസ്റ്റ് വരുമാനം ഒരാഴ്ച 2,10,000 ആണ്. 1,10,00,000 മുകളിൽ വരുമാനം ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന കാർ ടാറ്റ ഹാരിയർ ടിയാഗോ എന്ന് പറഞ്ഞ കാറാണ് ഉപയോഗിക്കുന്നത്. 2 വിദേശ യാത്രകൾ
ഈ ബിസിനസ്സിലൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഞാൻ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് 2025 എൻ്റെ പ്ലാൻ ചെയ്ത ടാർഗറ്റ് ഈ വർഷത്തിൽ ഒരു മാസം 7 ലക്ഷം വരുമാനം വാങ്ങണം എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനത്തോട് കൂടിയിട്ടുള്ള അതിനുവേണ്ടി പ്രവർത്തനത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. 2026 വിവി സാർ എന്നെ ഒരു മീറ്റിംഗിലേക്ക് ഞാൻ വിളിക്കുകയാണെങ്കിൽ 100% 7 ലക്ഷം രൂപ ഒരു മാസം വരുമാനം വാങ്ങിച്ച സ്റ്റേറ്റ്മെന്റ് കാണിച്ചുകൊണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുക. 2024 എൻ്റെ ഹയസ്റ്റ് വരുമാനം എന്ന് പറഞ്ഞാൽ 4,26,000 രൂപയാണ് 2024 ഹയസ്റ്റ് വരുമാനം എൻ്റെ ഒരു മാസത്തിൽ. അത് ഞാൻ ഈ വർഷം ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് 2025 7 ലക്ഷം വരുമാനമാണ്. കാരണം ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു കപ്പാസിറ്റി തരുന്ന ഒരു കമ്പനിയാണ് ഇൻമൈലേസ്റ്റ്. ഞാൻ ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പവർ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ നമുക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് ഒരേ മേഖലയിലാണ് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് റിയൽ ആയിട്ടുള്ള സ്റ്റോറികളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായിട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കാൻ തയ്യാറാവും. ഇത് നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. ഇറ്റ്സ് അവർ ഓൺ ബിസിനസ്. മറ്റൊരാളുടെയും ബിസിനസ് അല്ല, എൻ്റെ സ്വന്തം ബിസിനസ്സാണ്. ഞാൻ ചെറിയ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു കൊട്ടാരം, രാജാവുണ്ട്, പ്രജകളും അണികളും മന്ത്രിമാരെല്ലാവരും ഉണ്ട്, ഒരു ശില്പിയുണ്ട്. അത് ശില്പി. ശില്പി വർഷങ്ങളായിട്ട് ആ രാജാവിന് വേണ്ടി ഒരുപാട് കൊട്ടാരങ്ങളും സൗധങ്ങളും ഒക്കെ പണിതു കൊടുത്ത ഒരാളായിരുന്നു. മനോഹരമായിട്ട് ഒരുപാട് കൊട്ടാരങ്ങൾ ആ ശില്പി രാജാവിന് വേണ്ടി പണിതു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ശില്പി റിട്ടയർമെന്റ് ആയി. ഒരു സമയം റിട്ടയർമെന്റ് ആവുന്നു. അപ്പൊ രാജാവിന് വേണ്ടി ഒട്ടനവധി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു കൊടുത്തുള്ള ആളാണ് ഈ ശില്പി. അപ്പൊ ശില്പി റിട്ടയർമെന്റ് ആയ സമയത്ത് ശില്പിനെ രാജാവ് വിളിക്കുകയാണ്. ശില്പി വിചാരിക്കുന്നത് റിട്ടയർമെന്റ് ആയല്ലോ, അപ്പൊ എനിക്ക് എന്തെങ്കിലും തന്ന് നമ്മളെ വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും അങ്ങനെയൊക്കെ തന്ന് എനിക്ക് തന്ന് എന്നെ ഇവിടുന്ന് വിട്ടുപിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിക്കുന്നതെന്നാണ് ശില്പി ചിന്തിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ രാജാവ് പറഞ്ഞു ശില്പിയോട്, ശില്പി, നിന്റെ സേവനം ഈ രാജ്യത്തിന് തന്നതിന് നന്ദി. നിന്റെ സേവനം ഇതോടുകൂടി അവസാനിക്കുകയാണ്. നീ ഈ രാജ്യത്തിന് വേണ്ടി ഒരു കൊട്ടാരം കൂടി പണിതുകൊണ്ട് നിങ്ങൾക്ക് രാജ്യത്തിന്റെ സേവനം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ശില്പി ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് രാജാവിന്റെ അടുത്ത് പോയത്. എന്റെ റിട്ടയർമെന്റ് സമയത്ത് എനിക്ക് പല വെള്ളി നാണയങ്ങളും എനിക്ക് ആനുകൂല്യമൊക്കെ തരുമെന്നാണ് പോയത്. പക്ഷെ ഒരിക്കലും ഒരു കാര്യം പോലും രാജാവ് കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വിഷമം ഈ ശില്പിക്കുണ്ട്. ഇത്രയും വർഷക്കാലം ഞാൻ രാജാവിനെ സേവിച്ചതല്ലേ, രാജാവ് അതിന് പ്രത്യുപകാരമായിട്ട് എനിക്ക് ഒന്നും തന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ശില്പി അവസാനത്തെ കൊട്ടാരം പണിയുന്നത്. അങ്ങനെ അവസാനത്തെ കൊട്ടാരം ശില്പി പണിതു. ശില്പി ഇതുവരെ പണിതിൽ വെച്ചുള്ള ഏറ്റവും മോശമായുള്ള കൊട്ടാരം ആണ് ശില്പി അവസാനമായി പണിതത്. കാരണം ശില്പിയുടെ മനസ്സിൽ ഇത് കിടക്കുകയാണ്, എനിക്ക് രാജാവ് എനിക്കൊന്നും പ്രത്യുപകാരമായിട്ട് തന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അവസാന കൊട്ടാരം പണിത ശേഷം ശില്പി രാജാവിനെ ഈ താക്കോൽ ഏൽപ്പിക്കുകയാണ്. അപ്പൊ താക്കോൽ വാങ്ങിയ ശേഷം രാജാവ് പറഞ്ഞു, അല്ലയോ ശില്പി, ഇത് എനിക്കുള്ള കൊട്ടാരമല്ല, ഇത് നിനക്കുള്ള കൊട്ടാരമാണ് എന്ന് പറഞ്ഞ് ആ താക്കോല് ശില്പിക്ക് കൊടുക്കുകയാണ്. ശില്പിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്കുള്ള കൊട്ടാരമായിരുന്നെങ്കിൽ ഇതിനേക്കാളും മികച്ചൊരു കൊട്ടാരം ഞാൻ പണിയുമായിരുന്നല്ലോ. ഈ ചിന്തയിലാണ് ശില്പി ഈ താക്കോൽ ഏറ്റുവാങ്ങുന്നത്. ഡിയർ ഫ്രണ്ട്സ്, MI ലൈഫ്സ്റ്റൈൽ നമുക്കുള്ള കൊട്ടാരമാണ്. ഇത് നമ്മളുടെ കൊട്ടാരമാണ്. നമ്മളാണ് കൊട്ടാരം പണിയെടുക്കേണ്ടത്. നമ്മളാണ് കൊട്ടാരത്തിൽ രാജാക്കന്മാരാവേണ്ടത്. നമ്മളാണ് വിജയിക്കേണ്ടത്. നമ്മളുടേതായ കൊട്ടാരം എനിക്ക് വേണ്ടി നമ്മൾ പണിതെടുക്കണം. അതിന് MI ലൈഫ്സ്റ്റൈൽ ഏറ്റവും മനോഹരമായ അവസരമാണ്. നിങ്ങൾ ശക്തമായി പ്രവർത്തിക്കൂ. നിങ്ങൾക്കും അങ്ങനത്തെ കൊട്ടാരം നേടിയെടുക്കാൻ കഴിയും. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്. ജയ് MI ലൈഫ്സ്റ്റൈൽ.